ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു നൈറ്റ് വ്ലോഗാണ്. അപ്പോൾ ചെറിയൊരു മിനി നൈറ്റ് വ്ലോഗാട്ടോ. അപ്പോൾ നമ്മൾ ഗൂളിക്കടവ് പോയിട്ട് തിരിച്ച് വരികയാണ്. കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഏകദേശം എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ തിരുന്ന് നോക്കി നമുക്ക് റോഡ് ഒന്നും കാണാത്ത രീതിയിലാട്ടോ, ഫുള്ള് കോട് കൊണ്ട് മൂടിയിരിക്കണം. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചതാണ്. നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ഹായ് ഒക്കെ കൊടുക്കുവാണേ. ആർക്കും പിന്നെ ഹായ് കൊടുക്കണേ. ഇപ്പൊ നോക്കി, ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമുക്കിവിടെ ഡെയിലി പോകുന്നവർക്ക് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് വഴി അറിയുന്നുണ്ട്. അത്രയും നല്ല രീതിയിലാണ് കോട ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പരിചയമില്ലാത്ത കുറേ പേര് നമ്മളിവിടെ അട്ടപ്പാടി വിസിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കൂട്ടുകാർ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് വരുമ്പോൾ എന്തായാലും അവരൊന്ന് സ്തംഭിച്ചു പോകും. അത്രയും നല്ല ശക്തിക്കാണ് കോട ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാലോ നമ്മുടെ റൂട്ട് ഏത് വഴി പോയാൽ ഇവിടെ എത്തുന്ന ആ ഒരു രീതിയിൽ നമുക്കങ്ങ് പോവാം. നല്ല രീതിയിൽ കോട ഇറങ്ങുന്നതിന് കൂടെ നല്ല തണുപ്പ് പോവേ. പിന്നെ നമുക്ക് വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ തന്നെയാട്ടോ അവസ്ഥ. നല്ല കോടയും നല്ല തണുപ്പൊക്കെ തന്നെയായിരിക്കും. നമുക്ക് ഒട്ടും തന്നെ കാണുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞ ഒരു നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലൈറ്റിന്റെ പവറിലാട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഇത് കാണുന്നത്. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു വണ്ടിയുടെ പവർ, ആ ലൈറ്റിന്റെ പവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരത്തേക്കുള്ള കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് ഒന്നും കാണുന്നില്ല. ഫുൾ എന്താ പറയുക, ഫുള്ളൊരു പുകമയ ആയിട്ടാണ്. അപ്പം ഈ റൂട്ടിലൊക്കെ വരുന്ന വണ്ടികൾക്ക് എന്തായാലും ലൈറ്റിന്റെ പവർ, അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടും. കാരണം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ കോടയാകും. പിന്നെ ഇങ്ങനെ വൈകിട്ടാവും തോറും, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നതോറും കോടയുടെ ആ ഒരു എഫക്റ്റ് നല്ല ശക്തിക്കായിരിക്കും കേട്ടോ കോട. മാത്രമല്ല പെട്ടെന്ന് ഒരു ആന വന്നാൽ പോലും, നമുക്ക് ആന അടുത്തെത്തിയാൽ പോലും നമുക്കറിയില്ല, അമ്മാതിരി കോടയാണേ. റോഡ് പോലും കാണാത്ത അത്രയും അവസ്ഥയിലാണ് നമ്മുടെ കോട ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് റോഡിന്റെ 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുല്ലുണ്ട്. അപ്പൊ ആ ഒരു പുല്ലിന്റെ ഇതിന് നമ്മുടെ ആ ഒരു വഴിയുടെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാട്ടോ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം റൂട്ടും കൂടിയാണല്ലോ. അവനിക്ക് തണുപ്പൊന്നും ഇല്ല കേട്ടോ. ആളുതാ നല്ല ഹാപ്പി ആയിട്ട് മടിയിലിരിക്കുവാണേ. താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊന്നാ അത് എവിടെ പോയിട്ട് വരുവാ? അപ്പാപ്പയോ? അപ്പാപ്പ വാങ്ങാൻ പോയതാണോ? ഗൈസ്, നമ്മൾ തിരിച്ചിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് മഴയും കാര്യങ്ങളൊന്നും വരുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കോടേനെയാണ്. അപ്പോൾ ഇവിടെ ആയാലും നല്ല രീതിയിൽ തന്നെ കോടേനെയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് മഴയൊന്ന് പൊടിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആവണിക്കുട്ടി വാ വാ വാ. ആവണിക്കുട്ടി ഓടി കളിക്കുന്ന ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വാതിലൊക്കെ ഒന്ന് തുറക്കട്ടെ. അച്ഛ ഇപ്പൊ വരും. വാ വാ വാ. ഇല്ല എടുക്കണം. ഇതാ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അത് ഇനിയിപ്പോൾ ദൂരേക്കായാലും ഇനി അടുത്താലൊക്കെ എനിക്ക് പേഴ്സണലി അങ്ങനെ കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷത്തില്ല. അപ്പോൾ അങ്ങനെ സന്തോഷമുള്ള കൂട്ടുകാരെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ അവനെ വീട്ടിൽ വന്നത് വെള്ളം കുപ്പി എടുത്തിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോകണേ. കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് എനിക്ക് പണി തന്നിട്ടോ. വന്ന കഴിക്കും. മുമ്പ് കുടിക്കണോ കേട്ടോ പൊന്നാ? മുമ്പ് കുടിക്കുക? സൂപ്പറാണോ? അവൾക്ക് പിന്നെ തണുപ്പാണെങ്കിലൊക്കെ അവൾ വെള്ളം ചോദിച്ച് കുടിക്കട്ടെ. ഇപ്പം ഇങ്ങനത്തെ ഒരു കുപ്പിയും കൂടി ആയതുകൊണ്ട് അവൾ പിന്നെയും വെള്ളം കുടിക്കാറ്. അപ്പോൾ വെള്ളം കുടിച്ചത് എങ്ങനെ പോയിക്കുവാണേ. എങ്ങനെ പോണേ? ഉറങ്ങേണ്ട സമയം ആയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി കഴിയും ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇതാ ആളുടെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ കയറണോ? മുമ്പ് പോണോ? ഇനി കയറി, അമ്മ ഓടിക്കാം. കയറി. കുറച്ചു നേരമായല്ലോ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കും. ഇപ്പോൾ വന്നതാ വണ്ടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. കയറ്റാനാട്ടോ പറഞ്ഞത്. എന്തായാലും ഒന്ന് കയറ്റി കൊടുക്കട്ടെ. അങ്ങനെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നല്ല ഫ്രഷ് പച്ചക്കറി തന്നെയാണ്. നമുക്ക് വേണ്ടത് നമ്മളെ സെലക്ട് ചെയ്തിടുമ്പോൾ നമുക്ക് പിന്നെ നല്ല അടിപൊളിയായിട്ട് കേടില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നല്ല പച്ചക്കറി തന്നെ എടുക്കണം. കുമ്പളങ്ങയും മത്തങ്ങയും അങ്ങനെ കുറച്ച് സംഭവമാക്കി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണോ നമ്മളോട് മാത്രം നടന്നത്, നമുക്ക് ഇവിടെ കുറച്ച് റേറ്റ് കമ്മിയുണ്ട്. അതാ വന്ന് കഴിച്ചത്. ഞാൻ ആൺകുട്ടിക്ക് ഒരു കുക്കുമ്പർ കഴുകി കൊടുത്തിരിക്കുന്നത്. അത് കുക്കുമ്പർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും കുക്കുമ്പർ ക്യാരറ്റൊക്കെ ഇങ്ങനെ പച്ചക്ക് കഴിക്കുന്നോടാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ അത് നന്നായിരുന്നേ ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കഴുകി കൊടുത്തതാണേ. ഡ്രസ്സൊന്നും മാറിയിട്ടില്ലതാ. വന്ന് ക്ഷീണത്തിൽ ഇരിക്കും കേട്ടോ. ചായ ഇരിക്കുന്നുണ്ടേ. ഹായ് കൊടുക്ക്. ഹായ്. എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? പോയി മടുത്തു പോന്നാ? അച്ഛ മുമ്പ് കൊണ്ടുപോയോ? ആഹാ, പിപ്പിട്ടിനാണ് പോയേ. എന്താ വാങ്ങി തന്നെ വെച്ചാ? അപ്പാപ്പ വാങ്ങിച്ചോ? അമ്മ കഴിച്ചോ? അപ്പം നമ്മൾ പോയപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതാ നമ്മുടെ ആവണിക്കുട്ടി അപ്പാപ്പ അച്ഛൻ വാങ്ങി തന്നൊക്കെയാണ് പറയണത്. അപ്പാപ്പ കഴിച്ചോടാ? ഇഷ്ടമായോ? അപ്പാപ്പ ഇഷ്ടമായോ? എന്താ കഴിച്ചെന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ അപ്പാപ്പ കഴിച്ചേ? അതെന്താ? കുക്കുംബർ.
അപ്പോൾ എന്തായാലും ഞാനൊരു ഡ്രസ്സ് മാറ്റുന്നു. നമ്മുടെ ആളുകുട്ടി ഡ്രസ്സ് ചീത്തയാക്കുന്നതിന് മുന്നേ ആദ്യം ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. വേറെ നേരം നമുക്ക് നാളത്തേക്ക് അരി നരച്ച് വെക്കാണ്ട്. അപ്പോൾ കരണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പ് തന്നെയാണ് എപ്പോഴും. നല്ല തണുപ്പ്, നല്ല കോടയായിട്ട് എന്താ പറയുക, നമുക്ക് ഊട്ടിയിലൊക്കെ പോലും അതേ സെയിം ക്ലൈമറ്റിനാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ തണുപ്പുണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അത്രയും നല്ല ഫോഗായിട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ളൊരു പുക. ഇപ്പോൾ വന്ന വഴിയാണെങ്കിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതി തന്നെ നമുക്ക് ഇവിടെ ആയാലും നല്ല പുക നടത്തുന്നതായാലും. കരണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി പോയിട്ട് അരി ഒന്ന് അരച്ച് വെക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ കാര്യം കുറച്ച് ഗോവിന്ദായിരിക്കും. എന്തായാലും പോയിട്ട് അരി ഒന്ന് അരച്ച് വെക്കണം. പിന്നെ വലിയ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ എടുക്കുന്നതും അതൊക്കെ കാണാം. അപ്പോൾ രാവിലത്തേന് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തേങ്ങയില്ല, നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പച്ചരിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പച്ചരി ഒന്ന് കഴുകി എടുക്കണം. അതേപോലെ ഓൾറെഡി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിടണം. അപ്പം എന്തായാലും അരയ്ക്കാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് കഴുകാറുണ്ട്. അപ്പം എന്തായാലും കുറച്ച് തേങ്ങ കൂടി ചിരവട്ടെ. നമ്മുടെ കാന്താരി കഥോലി ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ ചിരവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ കഴുകിയിട്ടാണല്ലോ അരി വെള്ളത്തിലിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കഴുകാനുള്ളത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് അരക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കണ്ടേ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഈ സമയക്കായ സാധാരണ നമ്മൾ എപ്പോഴും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിൽക്കാറൊക്കെ. എന്തായാലും പോയി വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുണ്ടാലും ഒരു പരിപാടി കൂടി കഴിഞ്ഞിട്ട് എങ്ങനെ സെറ്റ് ഇടാന്ന് ചോദിച്ചാണ്. സെറ്ററൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ടൈമിൽ എവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും നല്ല. ഇപ്പോൾ ടൈമിൽ തന്നെ ചെരിപ്പിടാതെ ചവിട്ടിയാൽ തന്നെ നമ്മൾ ഫുള്ള് തണുത്ത് മരച്ചു അമ്മാതിരി തണുപ്പാണ്. എന്താ പൊന്നാ എന്തി ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലാന്ന് എനിക്കറിയാം. കളിക്കാൻ വന്നിരിക്കും കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാലും കാറ്റ് പോവുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് പിന്നെ അതിലും വലിയ സന്തോഷം വേറെ ഇല്ല. ഒരുപാട് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. എനിക്ക് കിച്ചണിലായാലും അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങളെല്ലാം നമ്മൾ നേരത്തെ കഴുകി കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കണം. എന്തായാലും വലിയ പണികളൊന്നും എടുക്കുന്നത് ഒന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ അരിയരക്കലിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടേ. അരയ്ക്കാൻ നേരത്തെ കുറച്ച് ചോറുകൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മയമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറിട്ട് ആ ഒരു ഭാഗം നമ്മുടെ വീഡിയോ എടുത്തതിലേക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അധികം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സോഡാപ്പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ നല്ല തണുപ്പും കൂടിയാണല്ലോ. അപ്പോൾ ഇതാവുമെന്ന് അറിയില്ല കേട്ടോ. രാവിലത്തേന് പൊങ്ങുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. പിന്നെ ഇന്ന് അരി അരയ്ക്കാൻ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തല്ലോ. അപ്പോൾ അറിയില്ല. നമുക്ക് നോക്കി വെക്കാം. എന്നാലും നമ്മൾ സോഡാപ്പൊടി ഒന്നും ഇടുന്നില്ല. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി കൂടി കഴിക്കുന്നുണ്ടല്ലോ നമ്മൾ സോഡാപ്പൊടി ഒട്ടും ചേർക്കാറില്ല. എത്ര തണുപ്പാണെങ്കിലും അടുപ്പിന്റെ സൈഡിലൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ പൊന്തിക്കും. എന്താ കുഞ്ഞാ അരി വേണോ? അരി അരച്ചത് വേണോ? മാവോ? എന്തിനത്? അയ്യോ വീഴും. അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ തരാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് പൊങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇളക്കിയിരുന്നത്. അപ്പോൾ പൊങ്ങുന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് രാവിലത്തെ കാര്യം. തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തന്നെയാട്ടോ എപ്പോഴും ഉള്ളൊരു അവസ്ഥ തന്നെയാണത്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ രാവിലെ അതായത് കുറച്ച് നേരത്തെ മാവ് അരച്ചു വെക്കട്ടെ. എന്നിട്ട് നമ്മൾ എന്തായാലും പുറത്ത് വിറകടുപ്പ് കത്തിക്കില്ല. അപ്പം അതിൻ്റെ ചൂടി കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നേരം ചൂട് അടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനെ പോകും കൂട്ടും. പിന്നെ കുറേ ടൈം ഉണ്ടല്ലോ നേരം വിളിക്കാൻ പറ്റും. ആ സമയമാകുമ്പോഴത്തേനും കുറേയൊക്കെ ഒന്ന് പൊന്തുന്നാലും നമുക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും പൊന്തില്ല. ഈ ഒരു ടൈം ആകുമ്പോൾ എല്ലാവരുടെയും ഈ ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വീട്ടിലും അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ. അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പൊന്താനൊക്കെ. അപ്പം എന്താ കുട്ടിക്കുറുമ്പിക്ക് ഇനി കൈയും കാലും മുഖമൊക്കെ കഴുകി കൊടുത്ത ആളും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും വാവറങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ അതോ ഈ വണ്ടിയിൽ കളിക്കാനാണെന്നൊന്നും അല്ല. എന്നാലും നോക്കണം. കാരണം കുറച്ച് ഉറക്കം വരുന്നൊരു ലക്ഷണം കാണുന്നില്ല. കുറച്ച് എനർജി ആയിട്ട് ഞാൻ ആളിരിക്കുന്നത്. എന്തേ അപ്പാ വായിൽ കുക്കുമ്പർ വെച്ചിട്ടാണ് ഈ ഒരു സംസാരിക്കുക. അപ്പാ മാവ് അരച്ച് വെച്ചിട്ടാണ് അമ്മ. ആ എല്ലാം അറിയണല്ലോ കുഞ്ഞിന്. അടച്ചേക്ക് അടക്കി. ഇവിടെ എന്താക്കുമെന്നോ നാളത്തെ അരയ്ക്കാൻ മാവ് ഇവിടെ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ കഴുകി വെച്ചത് അവിടെ വെക്കും. ഒരു വിധത്തിലൊന്നും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തേന് ഒന്നാം പോലും മാവ് ഉണ്ടാവില്ല. എല്ലാം തട്ടിച്ചെലപ്പോൾ ഇവിടെ വരും. ബായ് പറ ഇതാ ഞാൻ ഇളക്കിയത് പോരാന്നൊരു തവിയൊക്കെ ഇട്ടിരുന്നത് ഇളക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പൊന്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അമ്മ ഇളക്കിയത് പിന്നെ മതിയോ? ഇളക്കിയത് മതിയായില്ല. അവളുടെ ഒരു സന്തോഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വിടുന്നതാണ്. അവളിപ്പോ മതി ഇളക്കിയത് മതി. പോവാ ഇനി വാ.
നമ്മുടെ ആവണീൻ്റെ വെള്ളം കുട്ടിയിൽ വെള്ളം വെച്ചിട്ട് കുറവ്. അപ്പം എന്തായാലും വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി കുടിക്കാൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ. ഇനി നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റ കൊടുക്കാം കേട്ടോ. അപ്പോൾ തീറ്റ ഞാനിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടേ നമ്മുടെ ആ ഒരു കവറിൽ നിന്ന് മാറ്റി ഇതേപോലത്തെ ഒരു ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീറ്റ മാത്രം കൊടുത്താൽ മതി, കാരണം ഇതിൽ നല്ല എനർജി സോഴ്സും അതേപോലെ തന്നെ പ്രോട്ടീൻ അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫുഡായതുകൊണ്ട് നമുക്ക് പിന്നെ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവർ മേളിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളുണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് കളറിലൊരു ഫിഷ്. അപ്പോൾ ആൾ ഫുൾ ടൈം അടിയിൽ കൂടെ തന്നെ ആയിരിക്കും. തന്നെ അപൂർവമായിട്ടാട്ടോ മേളിലേക്ക് കയറി വരാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നിതാ മേളിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. പകുതി എത്തിയിട്ട് അങ്ങനെ മേളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാനേ പറ്റാട്ടോ, കാരണം ആളെപ്പോഴും മിക്ക സമയത്ത് വന്ന് നോക്കിയാലും ആ താഴെക്കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കല്ലുകളുടെ ഇടയിൽ കൂടിയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഒളിച്ചിരിക്കാനൊക്കെ കേട്ടോ ആൾക്ക് ഇഷ്ടം. അപ്പോൾ ഇന്നെന്തായാലും മേളിൽ വന്നത് തീറ്റയൊക്കെ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇവരിങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അവരെന്തായാലും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഓടിച്ചാടി കളിക്കട്ടെ. ആ ഒരു സമയം കണ്ടേ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കവറിൽ നിന്ന് കുട്ടി നേരൊന്ന് അടുക്കി വെക്കാനുണ്ട്. അപ്പോൾ മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയാണ്. ഇത് ഇനിയിപ്പോൾ കവറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളമായിട്ട് ചിലപ്പോൾ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. തണുപ്പാണ്, എന്നാൽ കൂടി കവറിൽ നിന്ന് കൊട്ടി വെക്കാറുണ്ട്. നമ്മളെപ്പോഴും നേരെ അടുക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളെപ്പോഴും വൈകിട്ടൊക്കെ ഇതേപോലെയൊക്കെ വെജിറ്റബിൾസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ അടുക്കി വെച്ചിട്ട് വൈകിട്ട് എന്തായാലും കവറിൽ നിന്ന് കൊട്ടി ഒന്ന് പുറത്ത് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കൊട്ടയുടെ മേളിൽ കൂടുതലും സവോള തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സവോള ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായി തന്നെ ഉണ്ട്. ഇതിലിപ്പോൾ സവോള, കിഴങ്ങ്, അതുപോലെ തന്നെ വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു കൊട്ടയ്ക്കകത്ത് വെക്കാറുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് നാളിങ്ങനെ പുറത്തിരുന്നാൽ കേടാവാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ കഴുകിയിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റാറാണ്. ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും സമയമായ അവസ്ഥയ്ക്ക് നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഇവിടെ തന്നെ ഒന്ന് അടുക്കി വെക്കാം കേട്ടോ. ബാക്കി നമുക്ക് നാളെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ആവണിക്കുട്ടി എന്നെ കുറേ നേരമായിട്ട് അമ്മ ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇത്രയും സ്നേഹത്തോടെ അമ്മ ബാ എന്ന് വിളിക്കാൻ കയറിയും കാരണം കേട്ടോ അതിൻ്റെ പുറകിൽ വേറെ ഒന്നുമല്ല, അവൾക്ക് സൈക്കിളിൽ കയറണം കേട്ടോ. അപ്പോൾ സൈക്കിളിൽ കയറി കളിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് ചവിട്ട് കാല് കറക്റ്റായിട്ട് എത്താനായിട്ടുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ പുറകിൽ തള്ളാൻ വേണ്ടിയിട്ടോ ആളെന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കണം. അപ്പോൾ ഏറെക്കുറെയൊക്കെ കഴിയാനായിട്ട് കേട്ടോ. അതേപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള മത്തങ്ങ നല്ല മഞ്ഞ കളറുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും നല്ല പൊടിയുള്ള മത്തങ്ങ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊടിയുള്ള മത്തങ്ങ വെച്ചിട്ട് ഈ മത്തങ്ങ എലിശ്ശേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റിനാണ്. അതിൻ്റെ മേളിൽ കുറച്ച് തേങ്ങയൊക്കെ വറുത്തിട്ട് അപ്പോൾ പറയുമ്പോൾ തന്നെ നാവിൽ കൊതി വരുന്നുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു മത്തങ്ങ എലിശ്ശേരി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർക്കെങ്കിലും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും മത്തങ്ങ എലിശ്ശേരി വെക്കാം. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അടുക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് ഇവിടെ കൊട്ടിയിട്ടാണല്ലോ, തറയിൽ കൊട്ടുവാണല്ലോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഉള്ളിയുടെ തോല് അങ്ങനെ കുറച്ച് പച്ചക്കറിയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കയ്യോടൊന്ന് അടിച്ച് വാരിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക ദിവസം രാവിലെ നീച്ച് ഒരിക്കും വരുന്നൊരു സ്ഥലം കൂടി ആയിട്ട് അടുക്കള. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള അടുക്കളയിലേക്ക് നമ്മൾ രാവിലെ നീച്ച് വരുമ്പോൾ നമുക്കത് പണിയെടുക്കാനാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉത്സാഹം ഉണ്ടാകും. അതേപോലെ നമുക്ക് മൈൻഡൊക്കെ നല്ല റിഫ്രഷ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തിന് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്തായാലും പോയിട്ട് അധികം വൈകാതെ നന്നായിട്ട് അടിച്ചിടട്ടെ. അപ്പോൾ ഒരാളിവിടെ കുറച്ച് നേരമായാലും നമ്മുടെ പുറകെ നടന്ന് വിളിക്കാൻ തോന്നിട്ട്. അപ്പോൾ എന്തായാലും അവളൊന്ന് സൈക്കിളിൽ കയറ്റി ഇരുത്തട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലൊക്കെ എത്തിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി അമ്മയുടെ സഹായം വേണ്ടി വരുന്നുള്ള രീതിയിലാട്ടോ സൈക്കിളിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൾ സ്വന്തമായിട്ട് തന്നെ സൈക്കിൾ എടുത്ത് നന്നായിട്ട് തന്നെ ചവിട്ടി പൊക്കോളും. നല്ല ഹാപ്പി ആയിട്ട് ഇതിലിരുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് കൂടെ ഒരാൾ വേണമെന്ന് മാത്രം. കാലൊക്കെ എത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. സൂപ്പറാണെന്ന് വെച്ചപ്പോൾ ഉള്ള ആക്ഷൻ ആട്ടോ ഈ കാണുന്നത്. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം സൈക്കിൾ ഓടിച്ചിട്ട് ഇങ്ങനെ നടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഉറങ്ങാനും ഉദ്ദേശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും കുറച്ച് ഇനി സൈക്കിളിൽ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ കളിക്കട്ടെ. അവരുടെ സന്തോഷം തന്നെയല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ കാലൊക്കെ വെച്ചിട്ട് പോവുകയാണേ. എൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഒരു സൈക്കിൾ കിട്ടിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം അവൾക്ക് വേറെ തന്നെ ഉണ്ട്. രാവിലെ നീച്ച് കഴിഞ്ഞാൽ ആദ്യം മോണ് സൈക്കിൾ എടുക്കാനായിരിക്കും. അതേപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ ഇതേപോലെ കുറേ നേരത്ത് നന്നായിട്ട് ഓടിച്ച് കളിച്ചതിന് ശേഷമാണ് കിടക്കാനൊക്കെ പോകാറുള്ളൂ.
അതുമാത്രമല്ല സൈക്കിളെങ്ങാനും ഒന്ന് മറിഞ്ഞ് കിടക്കുകയാണെന്നൊന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് പോയി അതൊക്കെ നേരെ എടുത്ത് വെച്ച് നല്ല സേഫായിട്ട് തന്നെ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ആവണി സൈക്കിളിൽ പാട്ടൊക്കെ വെച്ച് നേരെ സോഫയിൽ വന്നിരുന്നിട്ട് നല്ല ഡാൻസ് ആയിരിക്കും കേട്ടോ. പാട്ട് നിൽക്കുമ്പോഴത്തേനും അതേ സ്പീഡിൽ ഓടും കേട്ടോ വീണ്ടും പാട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ കുറേ നേരം വണ്ടിയുടെ പുറത്ത് കയറിയിട്ട് കളിച്ച് കളിച്ചിട്ട് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങിയത് വേറെ ഒന്നുമല്ലതാ ഇപ്പം തന്നെ കയറും കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ എടുക്കുന്നില്ല, അധിക സമയം പോലും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടതാ. ഒറ്റയ്ക്ക് വണ്ടി ഒന്ന് നീങ്ങുമോ നോക്കാൻ വേണ്ടി ആഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ ആവണിക്കുട്ടി. എന്തായാലും കുറച്ച് നേരമായിട്ട് നമ്മുടെ ആവണിക്കുട്ടി വണ്ടിയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം നല്ല രീതിയിൽ കോട്ടുവായൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് പതുക്കെ ഒന്ന് എടുക്കട്ടെ. അതേപോലെ തന്നെ വായിൽ കുക്കുമ്പർ ഇപ്പോഴും കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും വായിൽ വെച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും കുറേ നേരം വണ്ടിയിൽ കളിച്ചിട്ടു. ആൾ നല്ല ഹാപ്പിയാണേ. അപ്പോൾ കുക്കുമ്പർ കഴിക്കൽ ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ. ആ വായിൽ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു കുക്കുമ്പറാണ്. തുപ്പൊന്നുമില്ല, അന്ന് ഇറക്കുന്നില്ല, വായിലിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ആവണിക്കുട്ടി വണ്ടിയൊക്കെ സൈഡാക്കി നേരെ ഇതാ കിടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല തണുപ്പും കൂടി ആയതുകൊണ്ട് ഈ സെറ്ററൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ പോകട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ബൈ.